വേലി ചാടുന്ന പയ്യന് കോല് കൊണ്ട് മരണം. മനസ്സിലായില്ലേ? അതിക്രമം കാട്ടുന്നവർക്ക് ആപത്ത് നിശ്ചയാവട്ടെ. വയ്യാണ്ടായിരിക്കണോ? പ്രതീക്ഷകളൊക്കെ അറ്റു. ആ രാജകുമാരൻ വരില്ല. എല്ലാറ്റിനും ഓരോരോ പ്രവൃത്തികൾ, ചരവും അചരവുമായവ. പാറയ്ക്കൊരു പ്രവൃത്തിയുണ്ട്, കാറ്റിനൊരു പ്രവൃത്തിയുണ്ട്, പറവകൾക്കൊരു പ്രവൃത്തിയുണ്ട്, സസ്യലതാദികൾക്കൊരു പ്രവൃത്തിയുണ്ട്. അതാണ് അവരുടെ സ്വഭാവം, അതാണ് അവരുടെ ധർമ്മം. യാത്രയും ഒരു പ്രവൃത്തിയാണൊട്ടിയെ. ഭ്രമിച്ച് നിൽക്കണ്ട, വരും. യാത്രാമധ്യേ വന്നു ചേരും. സ്വജീവിതത്തെ ശ്രദ്ധാപുരസരം ജീവിച്ച് മുന്നോട്ട് പോയാൽ നേടാവുന്നതേ ഉള്ളൂ. മടങ്ങാ. ഞാനങ്ങോട്ട്. ആയിക്കോളൂ ആയിക്കോളൂ. ജീസസ്. ഹലോ കുട്ടി, വേക്കപ്പ്. ഹലോ കുട്ടി. താങ്ക് ഗോഡ്. ഹലോ ഡാനി, നീ ഇറങ്ങിയോ? ഞാൻ എൻ്റെ ലൊക്കേഷൻ അയക്കാം, നീ ഒന്ന് വേഗം വാ. ഡാനി കളയാൻ സമയമില്ല, ഇറ്റ്സ് എൻ എമർജൻസി. എൻ്റെ വണ്ടി ഒരാളെ മുട്ടി. ഒരു പെങ്കൊച്ച, കണ്ടിട്ടൊരു 10-20 വയസ്സ് വരും. ഡാനി എന്നെ ഒന്നും മിണ്ടാത്തേ. പൾസ് ചെക്ക് ചെയ്തു, ഓക്കെയാണ്. നല്ല ബ്ലീഡിംഗ് ഉണ്ട്, ബോധവുമില്ല. ബോഡിയാണെങ്കിൽ ഭയങ്കര വീക്കാ. ഡാനി ആർ യു ഓക്കെ? അല്ല, മണ്ടത്തരം പറയുന്നതിന് അതിരില്ലേ? ഐ എം എ ഡോക്ടർ. ഒരു ആക്സിഡന്റ് കേസുമായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നാലുള്ള പ്രൊസീജിയർ എനിക്കറിയാം. പോലീസ് കേസ്, മീഡിയാസ്, എൻ്റെ ഇമേജിനെ അത് ബാധിക്കുന്നേ. ഓൾസോ മൈ ഡാഡ്. മാത്രമല്ല, എനിക്കിപ്പോൾ അതിനുള്ള ടൈമും ഇല്ല. നിനക്കറിയാവുന്നതല്ലേ 5 മണിക്കുള്ളിൽ എനിക്ക് കാലിക്കറ്റ് എത്തണമെന്ന്. അത് പറയാനല്ലേ ഡാനി നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. ഒന്ന് വേഗം വാ. ആ, സ്പീഡപ്പ്.
ഡാനി, ഐസ് ക്യൂബ് ഉണ്ടോ ഫ്രിഡ്ജില്? ആ, എങ്കി ഒന്ന് കൊണ്ടുപോവാ, ചതഞ്ഞിട്ടുണ്ട് അതാ. ഞാൻ കൊണ്ടുവരാം. അപ്പൊ എന്നാ പ്ലാൻ? ഏതായാലും എനിക്ക് സർജറി മുടക്കാൻ പറ്റുകയില്ല. ഇതൊക്കെ എന്റെ വണ്ടിയുടെ മുന്നിലെ ചാടാൻ കിട്ടിയുള്ളൂ. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി എന്നാ പ്ലാൻ എന്ന് പറ. അല്ല, ആ കൊച്ചിന് എങ്ങനെയുണ്ട് ഇപ്പോ? ഷീസ് ഓക്കെ, വണ്ടി ഇടിച്ചിട്ടില്ല. ഹാ, അല്ല ഇങ്ങനെ കിടത്തിയാ മതിയോ? വേറെ എന്നതാ ചെയ്യണ്ടേ ഡാനി? ഞാൻ നാളെ ഒരു ഉച്ചയ്ക്ക് മുന്നേ എത്തും. അതുവരെ നിനക്ക് എന്നതാ? അതൊന്നും നടക്കുന്ന കേസല്ല ട്രീസ. പ്ലീസ്, നാളെ ഒരു ഉച്ച വരെ അല്ലേ. നിന്റെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്താലും അത് നീയോ എബിഷാനെ എങ്ങനെയും മാനേജ് ചെയ്യുമെന്ന് എനിക്കറിയാം. നോ 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 നോ, ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മീറ്റിംഗാ. എന്നാ പിന്നെ നിന്റെ പോക്കി ക്യാൻസൽ ചെയ്ത കൊച്ചിനെ നോക്കി വിടിരി. എന്നാ വർത്താനമാടാ? ഇതിനേക്കാൾ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യന്റ് ജീവൻ രക്ഷിക്കാനാണ് ഇപ്പൊ പോകുന്നത്. ഓ, അതിനു മാത്രമൊക്കെ അങ്ങ് ആത്മാർത്ഥത കൂടിയോ? എത്ര തടയും? നീ ഇതൊന്നും കാണാതെ മുന്നിട്ടിറങ്ങുകയല്ലെന്ന് എനിക്കറിയാലോ ട്രീസ. അതെ, ആ ജീവനെ കുറച്ചേറെ ലക്ഷങ്ങളുടെ വിലയുണ്ട്. അതെനിക്കുള്ളതാ. നീയൊക്കെ എന്നാ ഡോക്ടറാണോ? എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെ കുറച്ച് കഴുത്തറുത്തുണ്ടാക്കിയാലേ നാളെ നിനക്കും നിന്റെ മക്കൾക്കും, ഐ മീൻ നമ്മുടെ മക്കൾക്കും ഒന്നും അറിയാതെ ജീവിക്കാൻ പറ്റും. അങ്ങനെ നിറകെട്ട പൈസയൊന്നും ഞാനേ ഉണ്ടാക്കുന്നവർക്ക് വേണ്ട. കർത്താവിന് നിരക്കാത്തൊന്നും തിന്നിട്ടുമില്ല, തീറ്റിച്ചിട്ടുമില്ല. വലിയ വിശ്വാസി. ആ, വിശ്വാസി തന്നെ. എന്നാ അതിന് തുടങ്ങി. ഇപ്പൊ അതാണ് വിഷയം. ഹാ, നീ തന്നെയല്ലയോ തുടക്കം ഇട്ടേ. ഞാനാണോ? ഓക്കെ, ലീവ് ഇറ്റ്. ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് പോയേ പറ്റത്തുള്ളൂ. ഷിനി ഡോക്ടറാണെ സ്ഥലത്തില്ല. വേറെ ആരെ ഒന്ന് നിർത്തുന്നേ? 2-3 ദിവസം നല്ല റെസ്റ്റ് വേണം. ആ കൊച്ച് അതുപോലെ ടയേർഡാ. എന്നാ പിന്നെ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അത് പോസിബിൾ അല്ല. നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്താനും എനിക്ക് താല്പര്യമില്ല. അല്ലേലും ആര് നിക്കുന്നു? എനിക്കെന്റെ കുടുംബത്തെ കയറണ്ടായിരുന്നു നേരത്തിന്. നേരവും കാലവും ഒക്കെ നോക്കി എന്നാണ് അത് കുടുംബത്ത് കയറിയിട്ടുള്ളത്. നിനക്ക് എന്നാത്തിന്റെ കടിയാ? എന്നേലും പറയാനുണ്ടെ പറഞ്ഞ ചെന്നിട്ട് പോവാൻ നോക്ക്. ഓ, ലോക്കൽ. കടിക്കുന്നുണ്ടോ? ഒലിപ്പിച്ച് പുറകെ നടന്നപ്പോ തോന്നിയില്ലായോ? അകത്തൊരെണ്ണം ചത്തേ ചതഞ്ഞെന്ന് പറഞ്ഞ് കിടക്കുന്നു. നിനക്കിപ്പോ ഞാൻ ലോക്കലായതാണോ കുഴപ്പം? ഇനി എന്നാത്തിന്റെ ഉണ്ടാക്കാനാണ് പൊളിച്ചു വരുത്തിയത്? ആ, ഞാൻ എങ്ങോട്ട് പോവാനാ? എന്റെ അപ്പൻ ഉണ്ടാക്കിയിട്ടതല്ലയോ? ഞാൻ പറയുന്നതൊന്ന് കേക്കാവോ? ആ, പറ. ഈ രാത്രിയിൽ വേറെ ഒരു വഴിയില്ല. ഗോഡ്, 2 മണി. ഞാൻ ഇനി ഡ്രൈവ് ചെയ്തെത്തുമ്പോ ഒരു നേരമാകും. ഡാൻ, പ്ലീസ്, എനിക്ക് വേണ്ടി നീ ഇവിടെ ഒന്ന് നിൽക്കണം. നടക്കുകയില്ല. എനിക്ക് പൂട്ടിട്ട് ഇറങ്ങണം. ആ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ടാണെന്ന് വെച്ചാ പോയിക്കോ. ഭാഷ കാണിക്കല്ലേ പ്ലീസ്. രാവിലെ ആയാൽ നേഴ്സുമാരെ ആരെങ്കിലും അവൈലബിൾ ആണോന്ന് ഞാൻ നോക്കാം. അതുവരെ പ്ലീസ് ഡാൻ. നീ ഹോളിൽ കിടന്നാൽ മതി. അല്ലെ വേറെ റൂമുണ്ടല്ലോ. എന്നിൽ ആവശ്യമുണ്ടേ മാത്രം മുറി കയറിയാൽ മതി. പിന്നെ അടുത്തത്? എനിക്ക് മനസ്സുണ്ടായിട്ടല്ല, ഒരു പെണ്ണിന്റെ കൂടെ. വിശ്വാസമില്ലെന്ന് പറയടി. അതിൽ കൂടുതൽ എണ്ണ പൊലിഞ്ഞൊരു നാടകം. വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ആ പെണ്ണ് മാരീഡാ, താലിയൊക്കെ ആയിട്ട് കഴുത്തില്. ഓ, അല്ലായിരുന്നേലും വല്ലവന്റെ കിട്ടുള്ളമാരെ കൊണ്ട് ഇട്ടേക്കുവാ. ഇനി അവനായിരിക്കും എന്നെ ജയിലിൽ കിട്ടുന്നത്. ഇടിക്കൊച്ചി മിസ്സിംഗ് കേസ് ഒക്കെ വരും. ആ, പിന്നെ കാശും പിടിപാടൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഞാൻ ഡീല് ചെയ്തോളാം. ഓ, ചെയ്തോ.
എനിക്കെന്നാ? ആ, നാളെ ഉച്ചവരെ അല്ലയോ, ഞാൻ നോക്കിക്കോളാം. ശരിക്കും? ആ അപ്പോ മീറ്റിംഗ്? ആ അപ്പനാരുടെ വായനിച്ചിരി കേൾക്കേണ്ടി വരും. ആ, ഞാൻ മാനേജ് ചെയ്തോളാം. മൈ സ്വീറ്റ് ബേബി, താങ്ക് യു. ഓക്കെ, ഐ എം ഓൾറെഡി ലേറ്റ്. ചെന്നിട്ട് പഠിക്കാം. ബൈ. അപ്പണിന് ബോധം വീണിട്ട് വിളിക്കാം. അല്ല, ആ കൊച്ചു ഓക്കെ ആവുമോ? ആ, കുഴപ്പമൊന്നുമില്ല, ഞാൻ നോക്കിയതല്ലേ. ഇനി വിളിക്കുമ്പോൾ ബാക്കി പറയാം. ലവ് യു. ലവ് യു. ടേക്ക് കെയർ. സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കും. Strange, younger. ഇവളാകെപ്പാടെ അങ്ങ് പേടിക്കുന്നുണ്ടല്ലോ. എന്റെ കർത്താവേ, കൊച്ചിന് ഇത് എന്നതാ പറ്റി? കരഞ്ഞല്ലോ. ഹലോ. ഹലോ, എന്നായി? ആ കൊച്ചിന് ബോധം വീണു. ഡാനി, ഹലോ, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ആ കൊച്ചിന് ബോധം വീണു. ഡാനി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആ കൊച്ചിന് ബോധം വന്നില്ലേന്ന്. ഡാനി, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഓക്കെ, ഞാൻ വിളിക്കാം. ആ കൊച്ചിനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, I'll call you.
ഞാൻ അയാളാരാ? ഇതിനെ ഒരുമാതിരി നോക്കി. ഞാനിവിടാണോ ഉറങ്ങി? കൃഷ്ണ, ഞാൻ എവിടെയാ കൃഷ്ണ എത്തിച്ചിരിക്കണം? അയാൾ എന്തിനാ പേടിയാവുന്നു? അയാളെ നോക്കിയത് ശരിയല്ല. കാല് വേദനിക്കണം, അനങ്ങാൻ പറ്റണില്ല. നല്ല കൃഷ്ണ അവരെന്നെ നല്ല എനിക്ക് വിറയ്ക്കണം. ഞാൻ എവിടെ കൃഷ്ണ? മുറിവൊക്കെ അയാളാണോ കെട്ടി വെച്ചിരിക്കണേ? പേടിക്കണ്ട. കാപ്പിയാ കൊച്ചനെ കുടിക്കുകയല്ലേ? കുടിച്ചോ? എന്റെ കർത്താവ്, ഇതാകെ ഒരു പരുവായല്ലോ. നീ ഒന്ന് കരയാതിരുന്നേ. കാണിച്ചേ, കൈ കാണിക്കാൻ. ഈശോ, ഇത് എന്നതാ? കൈ കിടന്ന് വിറയ്ക്കുന്നുണ്ടല്ലേ? നിക്ക, പറയാതെ. ഇനി എന്നതേലും ഉണ്ടാക്കാനോ പറക്കാനോ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞേക്കണം. പറഞ്ഞു കേട്ടോ? കൈ ഇങ്ങോട്ട് കാണിച്ചേ. അയ്യോ, ശരിക്ക് കാണിക്കാൻ. ഇത് എവിടെ വെച്ച് കെട്ടാനാ? കാണുന്നിടത്തെല്ലാം മുറിവല്ലയോ? ഇച്ചിരി നീറും, ഇച്ചിരി സഹിക്കുക. മുറിഞ്ഞതിനകത്ത് തന്നെ പിന്നെയും എന്നെ പറഞ്ഞാലും ഇത് സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. എന്നാ ചെയ്യാനാ? വീട്ടിലായിരുന്ന വല്യമ്മച്ചി വല്ലതൊക്കെ ചെയ്തു തന്നേനെ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭർത്താവ് ഏബിച്ചനാണല്ലോ. ഇവൻ ഓഫീസിൽ പണിയൊന്നും ഇല്ലയോ? എന്നാ നോക്കുന്നേ? താൻ ഒരാൾ കാരണമാ കട്ട് ചെയ്യേണ്ടി വന്നേ. ഇനി കുടുംബത്തോട്ട് ചെല്ലുമ്പോ എന്നാ പൂകിലാണ് എൻ്റെ പൊന്നു കർത്താവേ. നീ വീണ്ടും വീണ്ടും ഇങ്ങനെ പരീക്ഷിക്കല്ലേ. എന്നാ നോക്കുന്നേ? അല്ല, തനിക്കറിയണ്ടായോ താനിവിടെ എങ്ങനെ എത്തിയെന്ന്? അല്ല, സാധാരണ വല്ല സീരിയലിലും സിനിമയിലും ഒക്കെ വല്ലവരും രക്ഷിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക, അവരുടെ സമാധാനം കളയലല്ലയോ പതിവ്. അയ്യോ, താൻ എന്നെ എന്തുവാ ചെയ്തേ? ഞാൻ എങ്ങനെ ഇവിടെ വന്നേ? കൊച്ചി സ്ഥിരം ഡയലോഗൊന്നും പറഞ്ഞു കേട്ടില്ല. ഡാനി സാറ എബ്രഹാം, അങ്ങ് പാലായിലെ പാലമറ്റം തറവാട്ടിലെ സന്തതി നമ്പർ 2. ഇനി വല്ല അറിയണോ? ഏജ്, ജോലി, നാളെ, ജനിച്ച സ്ഥലം, ജനിച്ച വീട്, മാറ്റർ സ്റ്റാറ്റസ്, അങ്ങനെ എന്നതെങ്കിലും? എൻ്റെ കൊച്ചെ, എന്നതെങ്കിലും പറയാനുണ്ടേ വാ തുറന്ന് പറയേ. ഇതൊരുമാതിരി പറമ്പിലെ കൊല്ലം കാറ്റത്ത് തലയാട്ടുന്ന പോലെ.
ഇത് ഞങ്ങളുടെ ഫാം ഹൗസാണ്. പിന്നെ എങ്ങനെ വന്നു എന്നുള്ളത് കുറച്ച് വിശദീകരിക്കാനുണ്ട്. അപ്പോൾ കാര്യങ്ങൾ പിടികിട്ടിയാൽ അവളിന്ന് ഉച്ചയ്ക്ക് വരും, എൻ്റെ ഫിയാൻസി. അതുവരെ കൊച്ചൻ്റെ സംരക്ഷണയിൽ. പിന്നെന്തിനാ നേരത്തെ എണീറ്റില്ലെന്ന് കള്ളം പറഞ്ഞത്? ആ, അത് സിമ്പിൾ അല്ലയോ? അവളുടെ ക്യാരക്ടർ തനിക്കറിയോ? ഇല്ലല്ലോ. അത് തന്നെ. കൊച്ചു കണ്ണു തുറന്നങ്ങാനും പറഞ്ഞ അപ്പം ഫോൺ കൊടുക്കാൻ പറയും. പിന്നെ ചോദ്യമായി പറച്ചിലായി. അതൊന്നും കൊച്ചിനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. കുറച്ച് കോംപ്ലിക്കേറ്റഡാ. അല്ല, കൊച്ചിനതിന് ട്രീസിലെ വണ്ടിയുടെ മുന്നിലോട്ട് ചാടിയേ? വല്ല പൈസയും തട്ടിയെടുക്കുന്ന ഗ്രൂപ്പിലുള്ളതാണോ കൊച്ചേ? ആ, അയ്യോ അല്ല, പിന്നെ അത് കൊച്ചിൻ്റെ പേരെന്നാ? ചൈത്ര. അത്രേ ഉള്ളോ? എന്താ? വാലും തലയും ഒന്നും ഇല്ലേന്ന്. എന്റെ ചൈത്ര ബാലൻ. അമ്മയുടെ പേര് എന്ത്? ഈ ബാലൻ അപ്പനോ അതോ കെട്ടിയാനോ? അയ്യോ അല്ല, അച്ഛൻ. അപ്പോ കെട്ടിയവന്റെ പേരിനാ? അതിനെ കെട്ടിയവന് പേരില്ലേ? കരയാതെ വച്ചേ. എന്നത്തിനാ കരയുന്നേ? അവനാണോ നിന്നെ ഈ പരുവാക്കിയത്? ഇങ്ങനെ ഇഞ്ച പരുവാക്കാൻ മാത്രം എന്നതാ കൊച്ചവിടെ ചെയ്തു കൂട്ടിയെ? ചെയ്തിട്ടില്ല. എൻ്റെ കൊച്ചെ, ഇങ്ങനെ പേടിക്കാതെ. ഞാൻ നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. ഉള്ള കാര്യം അങ്ങ് പറ. ഇതെന്നാ പറ്റിയതാ? എന്നായാലും വണ്ടി തട്ടിയിട്ട് പറ്റിയതല്ലെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലയോ, ഞാൻ കെട്ടാൻ പോകുന്ന കൊച്ചിൻ്റെ വണ്ടിയുടെ മുന്നിലോട്ടാണ് നീ ചാടിയത്. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്യേണ്ട ചുമതല എനിക്കല്ലേ ഉള്ളേ? എൻ്റെ പൊന്നിടാവേ, താനിങ്ങനെ കരയാൻ തുടങ്ങിയാൽ ഞാൻ എന്നാ ചെയ്യാനാ? ഇടാ കൊച്ചേ, താൻ കരച്ചില്ല നിർത്തിക്കേ. അല്ലെങ്കിലും ഒരു പെങ്കൊച്ചിനെയും കൂടെ കരയിച്ചെന്നുള്ള ചീത്തപ്പേരും കൂടെ എനിക്ക് കിട്ടാനുള്ളൂ. കൊച്ചിനി അതും കൂടെ വാങ്ങി തരുമോ? കൊച്ച് ഓക്കെ അല്ലെങ്കിലും വേണ്ടെന്നേ പിന്നെങ്ങനെ പറഞ്ഞാൽ മതി. റെസ്റ്റ് എടുത്തോ. കൊച്ചിന് ഞാൻ കഴിക്കാനെടുക്കാം. ചിന്തു മോളെ, അമ്മ ഇനി ഒറ്റയ്ക്ക്. മതി ചൈത്ര, നമുക്കിറങ്ങാം. താനങ്ങ് വല്ലാതെ പേടിക്കുന്നുണ്ടല്ലോ. കൊച്ചാരെയാ പേടിക്കുന്നേ? നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്നേ. എന്നെല്ലാം വിഷയമുണ്ടോ? പറ കൊച്ചേ. ആ വീട് പുല്ല്. നന്ദി. എന്നതാ? നന്ദി. ഓ, വരവ് വെച്ചേക്കുന്നു. അണ്ണാക്ക് തുറന്നല്ലോ, സമാധാനം. എന്തിനെ വഴക്ക് പറയണേ? കർത്താവേ, അത് അവിടുന്ന് പോയോ? എന്നെ അങ്ങ് മേലോട്ട് എടുക്കാവോ? എന്നാ നേരത്താണോ കുട്ടിന്റെ വാക്കും കേട്ടിറങ്ങിയത്? കൃഷ്ണ, ഇയാളെന്താ ഇങ്ങനെ? രക്ഷിച്ച ആളല്ലേ എന്നിട്ട്? ഒരു രക്ഷയില്ല കർത്താവേ, ഇതിന്റെ വായിന്നൊന്നും വീഴുകയില്ല. കൊച്ചിന് ഫ്രഷാ ഉണ്ടായോ? ആ, ഇവിടെ വേറെ പെണ്ണുങ്ങളൊന്നും ഇല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്നാ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞോണം. എന്റെ പൊന്നു കൊച്ചു ഒന്ന് മൂളാവോ? ഹാ, അപ്പ വാ. അയ്യോ, എന്നാ വേദനിക്കുന്നുണ്ടോ? കുറയൂന്നേ. കഴിയുമ്പോ വിളി.
വേണ്ടതെല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. ആവശ്യമുള്ള എന്നാന്ന് വെച്ചാൽ എടുത്തോണം. പിന്നെ അവിടെ ഒരു എക്സ്ട്രാ ബ്രഷ് ഉണ്ടേ, കൊച്ചിന് വേണേ അതങ്ങ് എടുത്തു. ശരി. മാതാവിനാണ് തുറന്നു കണ്ണ. ആ കൊച്ചിന് വേറെ ഏതെങ്കിലും ആവശ്യം ഉണ്ടായിരിക്കുമോ? ചോദിക്കാതെ പോകുന്നത് മോശമായി പോയി. ഒരു ഉത്തരവാദിത്ത ബോധമില്ലാത്തത്. എന്നാലും പോയേച്ചു വരാം. യെസ് സർ. എന്തായിരുന്നു നോക്കുന്നത്? അയ്യോ, ജാനി സാർ. സാറ് വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഒരു എമർജൻസി. ഇതൊക്കെ പുതിയ പിള്ളേരാണോ? അതെ സാർ. എടി, അത് നമ്മുടെ ഓണറോ? അയ്യോ, ഞാൻ അറിഞ്ഞില്ല. ഇതെന്താ ഇത്രയും ചെറിയ ചേട്ടൻ? മോൻ. സാർ ക്യാബിനിലിരുന്നോ, ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. സ്പീഡ്. ശരി സാർ. താനിങ് വന്നേ. സാർ, നമ്മുടെ ഫ്ലോറൊക്കെ തുടയ്ക്കുന്ന ചേച്ചിയില്ല, പുള്ളിക്കാരിയോട് ചെന്നിട്ട് ആ ഫ്രണ്ട് ക്ലാസ് ഒന്നുകൂടെ ഒന്ന് തുടച്ചിടാൻ പറ. ശരി സാർ. മനുഷ്യേ, എന്താ സാർ? കീർത്തി ഫ്രീ ആണെങ്കിൽ കീർത്തിയെ വിട്ടാൽ മതി. വിടാം സാർ. മനീഷേ, ഇത് പാക്ക് ചെയ്തോ. ബില്ല് ക്യാഷിൽ കൊടുത്തേക്ക്. വൈകിട്ട് ക്ലോസ് ചെയ്യാതെ എന്നെ വിളിച്ചാൽ മതി. ശരി സാർ, ഞാൻ പാക്ക് ചെയ്ത് ബില്ലിപ്പിച്ചിട്ട് വരാം. പിന്നെ എബിയോടും അപ്പിയോടും ഞാൻ വന്ന കാര്യം തൽക്കാലം പറയണ്ട. ശരി സാർ. നേരെ വിടന്റെ പൊന്നു ഡാനി. അയ്യോ, അല്ല, ആർക്കാടാ ഈ സോഫ്റ്റ് സിൽക്ക് എടുത്തോണ്ട് പോന്നെ? എന്റെ അറിവില് സാറാന്റി ആലീസാന്റി ഇത് ഉപയോഗിക്കത്തില്ല. പിന്നെ നിന്റെ ആ കെട്ടാൻ പോകുന്ന കൊച്ച്, ആ കൊച്ച് എന്നായാലും സാരി കൊടുക്കത്തില്ല. പിന്നെ ആർക്ക്? ഒന്നും പറയണ്ട എന്റെ കീർത്തി കൊച്ചേ. ഞാനിപ്പോ ഒരു ഡോക്ടറിന്റെ അവസ്ഥയിൽ നിൽക്കുക. അല്ല, ഡോക്ടർമാര് പോലും ഇങ്ങനൊന്നും ചെയ്യുന്നില്ല, അതുള്ളതാ. അതെന്താടാ, അവളുടെ തൊഴിൽ നീ അങ്ങ് ഏറ്റെടുത്തോ? ഒരു കണക്കിന് അങ്ങനെയും പറയാം. എന്താടാ വിഷയം? പറയാം. കീർത്തി കൊച്ചന്റെ കൂടെ ഒന്ന് വരണം. എങ്ങോട്ട്? ഞങ്ങളുടെ അടുത്ത് ഫാം ഹൗസിലോട്ട്. ശ്രീയെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതങ്ങേരോട് പറഞ്ഞില്ലേലും കുഴപ്പമൊന്നുമില്ല, നീ കാര്യം പറ. അത് അവിടെ ചെന്ന് കാണിച്ചു തരാം, എന്നിട്ട് പറയാം. എടാ, എനിക്ക് ലീവ് വീഴൂടാ. പഞ്ച് ചെയ്യേണ്ടതേ, അതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം. എങ്ങനെ വരാനാ? എന്റെ കാറിന് പോരെ. ഞാൻ ഇനി ഇത് കൂരിയും പെറുക്കിയൊക്കെ വരുമ്പോ ഒരു സമയമാകും. നീ ഇറങ്ങിയേക്ക്, ഞാൻ ഓട്ടോയ്ക്ക് വന്നേക്കാം. എന്നതെല്ലാം ചെയ്, എന്റെ പുറകെ തന്നെ വന്നേക്കണം. സാർ. മുനീഷേ, ചെയ്തോ? ചെയ്തിട്ടുണ്ട് സാർ. ഇന്നാ 4599. ഓക്കെ, എന്നാ ഞാനെന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ. കീർത്തി വന്നേക്കെ. ശരി സാർ. മനീഷണ്ണ, ഞാൻ സാറിന്റെ ഒക്കെ ഫാം ഹൗസ് വരെ പോവാണേ. ശ്രീകേട്ടൻ ചെല്ലാൻ പറഞ്ഞു, എന്തോ അത്യാവശ്യം ഉണ്ടെന്ന്. പഞ്ച് ചെയ്താണോ പോകുന്നേ? ഇല്ല, സാറ് പറഞ്ഞു കുഴപ്പമില്ലെന്ന്. എന്നാ ചെല്ല്. ഫ്ലോർ ഒന്ന് നോക്കിക്കോണേ. സുമി ഇല്ലല്ലേ? ഇല്ല, അതാ. ശരി, ഞാൻ നോക്കാം. എങ്കിൽ ചെല്ല്. താങ്ക് യു. ശരി. പാക്കിങ്ങില്ല മാമേ. പാക്കിംഗ് കഴിഞ്ഞിട്ട് ഇനി എപ്പോ ഇറങ്ങാനാ മോനെ? നീ കുറച്ച് നേരത്തെ ആകായിരുന്നു. ഫ്രീ ആയത് ഇപ്പോഴല്ലേ? ഓക്കെ, ഉച്ചക്കില്ലെങ്കിലും ഡിന്നർ ടൈമിലെങ്കിലും ഇവിടെ എത്തണം.
Teresa, Yeah. call from Natasha. Mummy, I'll call you later. Yes, Natasha. Hello, doctor. You have visitors. Who's that? Dr. Aloshi and Dr. Deepak. Okay, I'll come. Doctor, would you agree with this assessment? Sir, may I take a moment? Oh, yeah, sure. ജീസസ്, ഞാൻ ഡാഡിയോട് എന്നാ പറയും? ആ കൊച്ചിനെ എങ്ങനെയും പറഞ്ഞു വിടണം. What can I do? Just think, Teresa, just think. I can't discard this. It's golden chance. ആ പെങ്കൊച്ചിനെ പറഞ്ഞു വിട്ടാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഡാനിയോട് പറയാം, അവൻ വീട്ടിൽ പൊക്കോട്ടെ. അല്ലെങ്കിൽ അവൻ്റെ കാലം ഓടിക്കേണ്ട കാര്യമില്ല. God made us and image, precious thing. That's important to me. Of course. Yes. This is final. I'm not going. Alushi sir, I'm okay. Wow, congratulations. Thank you. തുറക്കണോ വിളിക്കണോ? കർത്താവേ, കുറേ നേരം ആയില്ലയോ? ഇനി ആ കൊച്ചു ബാത്റൂമിൽ അങ്ങനെ വരുന്ന ഉറങ്ങിപ്പോയോ? വീടും എന്നേലും ചെയ്ത അതും പ്രശ്നമാണ്. കൊച്ചേ, ഹലോ കൊച്ചേ, അനക്കമൊന്നും ഇല്ലല്ലോ? താൻ ഓക്കെ അല്ലയോ? താൻ ഫ്രഷ് ആയില്ലയോ? പല്ല് തേച്ചു, വേറൊന്നും മനസ്സിലാവണില്ല. എന്നാ മനസ്സിലാവുന്നില്ലെന്നാ? ചെളിയൊക്കെ കഴുകിക്കളയാൻ, പിന്നെ ഉടുപ്പിലാകെ ചോരയൊക്കെ. അപ്പൊ ഞാൻ വരുന്നത് ഒരു കൊച്ചി ഇതിനകത്തായിരുന്നോ? അടുത്ത് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ലായിരുന്നു. ബക്കറ്റും കപ്പും സോപ്പൊന്നും കണ്ടില്ല. കർത്താവേ, ശരിക്കും കൊച്ചിന് അറിയാമേലേ? കാര്യമായിട്ടാണോ അതോ എന്നെ പറ്റിക്കാനാണോ? അയ്യോ അല്ല, സത്യം എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓക്കെ ഓക്കെ, സോറി, ഞാൻ കാണിച്ചു തരാം. ഞാനും കൂടെ അകത്തോട്ട് വരട്ടെ? ഇത് ഷവർ ജെൽ, അതായത് സോപ്പിന് വരെ ഉപയോഗിക്കുന്നത്. ഇത് മുഖം കഴുകാൻ എടുത്തു കേട്ടോ. ഇത് തനിക്ക് തലമുടി വാഷ് ചെയ്യുന്നുണ്ട് എടുക്കാം. ഷാമ്പു, കണ്ടീഷണർ, പിന്നെ ഈ മുറിവൊക്കെ ഉള്ളതുകൊണ്ട് മരുന്ന് വെച്ചേക്കുമല്ലോ, അപ്പോൾ പിന്നെ പറ്റുകയില്ല. പിന്നെ ഈ ടവൽ ഉപയോഗിച്ചോ. ബാത്റൂമിലോ മറ്റോ പോകണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. സാരി ഞാൻ മുറിയിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടേ. എൻ്റെ ഒരു ഫ്രണ്ട് വരും ഇപ്പോൾ, അവൾ കൊച്ചിനെ സാരി ഉടുപ്പിച്ച് തരും. കയ്യനക്കാൻ പറ്റുകയില്ലല്ലോ. കയ്യും കാലും ഒന്നുമേ ഒത്തിരി അങ്ങോട്ട് അനക്കണ്ട. എനിക്കെങ്ങനെ ഇപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നേ? എനിക്കറിയാം മാറാനൊക്കെ കുറച്ച് പാടാം. പിന്നെ ഇത് ഷവർ. ഇവിടെ വീടല്ലേ? ഇന്ന് തുടച്ചു. മോശം, എൻ്റെ കർത്താവ് തമ്പുരാനെ.
ആ കീർത്തിക്കൊച്ചേ വാ. നീ എന്നടാ നീ ആകെ നനഞ്ഞിരിക്കുന്നേ? ഓ അതൊന്നും ഞാൻ മുഖം കഴുകിയതാ. തലവഴി വെള്ളം കോരി വെച്ചിട്ടാണോ മോൻ കഴുകുന്നേ? അത് ഭയങ്കര ചൂടില്ലയോ? ഈ AC വീട്ടിലോ? ദേ ചേച്ചി, നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നതാണോ? അത് ശരിയാണല്ലോ. അല്ല നീ എന്നെ വിളിച്ചേ? കാര്യം പറ, വേഗം പോണം. ഞങ്ങളുടെ ഓണർ എങ്ങാനും അറിഞ്ഞാ? ഓ നിങ്ങളുടെ ഒരു ഓണർ ആ കിളവനോട് പോകാൻ പറ. അപ്പനോട് എന്നാ ബഹുമാനം. നിന്ന് വാചം അടിക്കാതെ അകത്തോട്ട് പറ. എന്റെ പൊന്നിടാനി, കേട്ടിട്ട് തന്നെ പേടിയാന്ന്. ആ കൊച്ചിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? തൽക്കാലം വലിയ പ്രശ്നമൊന്നുമില്ല. ആളൊന്ന് ഫ്രഷ് ആവുക. ദേഹം മൊത്തം മുറിവാ ചേച്ചി. കണ്ടാൽ തന്നെ സങ്കടം വരും. വാ തുറന്ന് എന്നേലും ഒന്ന് പറയണ്ടേ. ആ തൽക്കാലം ചേച്ചി ഇതൊന്നും ശ്രീയോട് പറയാൻ നിൽക്കണ്ട. ഇല്ലടാ. അല്ല ട്രീസി എപ്പോഴാ വരുന്നേ? ആ അവളിപ്പോൾ ഇറങ്ങി കാണുമായിരിക്കും. ഒന്ന് വിളിക്കണം. ചേച്ചി എന്നാ ദേ ആ മുറിയിലോട്ട് ചെല്ല്. ഹാളിൽ നിന്ന് തിരിഞ്ഞ് റൈറ്റ് ആണേ. ആ ഹലോ. ഹലോ സാർ, സാർ വിളിച്ചിരുന്നല്ലേ? ആ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോറി സാർ, ആ ഫയൽസ് റീചെക്ക് ചെയ്യാൻ സ്റ്റോർ റൂം വരെ പോയതായിരുന്നു. ഇറ്റ്സ് ഓക്കെ രാധിക. ഞാൻ വിളിച്ചത് ഇന്നത്തെ നാളത്തെ മീറ്റിംഗ്സിൻ്റെ പ്രോഗ്രാംസിൻ്റെ ഡീറ്റെയിൽ എടുത്തിട്ട് മറ്റന്നാളത്തേക്ക് ഡേറ്റ് കൊടുക്കുക കേട്ടോ. ഓക്കെ സാർ. നാളെ ഉച്ചയാകുമ്പോൾ ഞാൻ എത്തും. ഓക്കെ. ഓക്കെ സാർ. ഹലോ ഡി. ഹലോ. ഇറങ്ങിയോ? ഡാനി, ഒരു പ്രശ്നമുണ്ടടാ. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഓ നിന്റെ സ്റ്റുപ്പിഡിറ്റി ടോക്കൊന്ന് നിർത്ത്, പറയട്ടെ. പറ. എനിക്ക് ഒരാഴ്ച ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ. നീ എന്നെ അടി പറയുന്നേ? ട്രീസത് ഒരുമാതിരി. ഡാനി, ഐ എം സീരിയസ്. മെഡിക്കൽ കോളേജിൽ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. ഇതൊക്കെ വട്ടായല്ലോ. എന്നിട്ട് 50 to 20 days സംതിങ് അത്രയും കണ്ടുണ്ട്. അതിലൊരു 7 days അവയർനെസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതും എൻ്റെ സബ്ജക്റ്റ്, എൻ്റെ ഡിപ്പാർട്ട്മെന്റ്. ആ 7 days എന്നോട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ക്ലാസ് എടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുക. നീ ഉടനെ കയറിയ ഗേറ്റോ? പിന്നല്ലാതെ, പിന്നെ ഞാൻ എന്നാ വേണ്ടേ? മീഡിയാസ് പബ്ലിക്കേഷൻസ് ഇതൊക്കെ കിട്ടുന്നത് നിസ്സാര കാര്യമാണോ? ട്രീസ നീ ഇത് എന്നതാടി പറയുന്നേ? ഇവിടെ ഒരു കൊച്ചു ചത്തേ ചതഞ്ഞെന്നും പറഞ്ഞ് കിടക്കുന്നത്. ഞാനതിന് എന്നാ ചെയ്യണ്ടേ? ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നീ അവിടെ ക്ലാസ് എടുത്തോണ്ടിരുന്ന? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഞാൻ മനഃപൂർവ്വം കയറ്റിയിട്ടാണെന്ന്. ഐ ഡോണ്ട് മീൻ ഇറ്റ്. പിന്നെ ഡാനി, ഐ നോ. ഞാൻ വേറെ എന്നെ ചെയ്യണ്ടേ? കിട്ടിയ അവസരം കളയാൻ ഞാനില്ല. എന്റെ റെപ്യൂട്ടേഷനും കരിയറും വളർത്താനുള്ള ചെറിയ അവസരം പോലും ഞാൻ പാഴാക്കുകയല്ല. ഓക്കെ, അപ്പം ഞാനോടി കോപ്പേ. നിന്റെ വാക്കും കേട്ടി ഇന്നത്തെ എൻ്റെ മീറ്റിംഗും ക്യാൻസലാക്കി നിൽക്കുന്ന എൻ്റെ കരിയറോ? എന്നോട് കോപ്പേ, അതിന് വാല്യൂ ഇല്ലേ? ആ മീറ്റിംഗ് ക്യാൻസലായി ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടത്തെ പറ്റി നിനക്കറിയാമോ? എന്നിട്ട് ഞാൻ നിനക്ക് വേണ്ടി അടി. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇനി അതിനെപ്പറ്റി എന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. ഡാനി ലിസൺ, ഞാൻ എന്നതേലും ചെയ്യാം. ഒരു 10 minutes ഞാൻ വിളിക്കാം. ശരി. ഡാനി, ആ ചേച്ചി കഴിഞ്ഞോ? നീ ഒന്ന് വന്നേ, ഇവിടെ ഇരുന്നേ. എന്നാ ചേച്ചി? എൻ്റെ പൊന്നടാ, ഇത് ഭയങ്കര വിഷയമാകുവേ. കാര്യം പറയുന്നേ. ആ കൊച്ചിൻ്റെ ദേഹം മൊത്തം മുറിവ, ചതവും പാടും. എന്നാ പറയുന്നേ, നെഞ്ചത്ത് പോലും. ഇത് ഇവിടെ നിന്ന് നിൽക്കുന്ന കേസല്ല ഡാനി, വേറെ എന്നതേലും ചെയ്യാൻ നോക്ക്. ഈ ചതവും പാടെന്നൊക്കെ പറഞ്ഞ ഡാ, വടി കൊണ്ടടിക്കുകയല്ലേ, അതിൻ്റെ പാട്. പുറത്തും വയറിലും നെഞ്ചിലും വരെ. ആണോ? അതെന്നായിരിക്കും? ആ അതാ ഞാൻ പറഞ്ഞേ, എന്നായാലും ഇത് ശരിയാവുകയല്ല ഡാനി. ഇത് ട്രീസയ്ക്ക് വലിയ പ്രശ്നമാവേ, നിനക്കും. അതുകൊണ്ട് പോലീസിൽ അറിയിക്കോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്. അതെന്നായിരിക്കും? എനിക്കും തോന്നിയായിരുന്നു ചേച്ചി. ഞാൻ നോക്കട്ടെ ചേച്ചി. സാരി ഉടുപ്പിച്ചോ? ഉടുപ്പിച്ച്, പക്ഷെ സാരി വേണ്ടായിരുന്നടാ. കറക്റ്റായിരുന്നോ? കുഴപ്പമില്ല, ബ്ലൗസ് റെഡിമെയ്ഡ് അല്ലേ, സ്മോള് മതിയായിരുന്നു. മീഡിയം അല്ലേ അത്. വയ്യാത്ത കൈ കൊണ്ട് ബ്ലൗസ് ഒരു വിധത്തിലായിട്ടെ. ഈ ലൂസ് ഫിറ്റ് ഡ്രസ്സ് എന്നതിലും മതിയായിരുന്നടാ. അല്ല, സാരിയാ ഉടുത്തിരുന്നേ, അതാ ഞാൻ. എന്നാലും ഡാനി, 5000-ന്റെ സാരിയാ. അതൊന്നും സാരമില്ല. അത് പോട്ടെ, മനസ്സറിഞ്ഞു കൊടുക്കുമ്പോഴാടാ ഒരിത്. എന്നെ വഞ്ച പാവാടാ കൊച്ച്, ഭയങ്കര നിഷ്കളങ്കത. അതിനൊന്നും അറിയാൻ മേലെന്ന് തോന്നുന്നു. നീയേ അതിൻ്റെ പേരും അഡ്രസ്സും എല്ലാം ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി എങ്ങോട്ടാന്ന് വെച്ചാൽ കൊണ്ടാക്കിയേര്. ഞാനൊന്നും ചോദിക്കാൻ പോയില്ല, അതിൻ്റെ അവസ്ഥ കണ്ടിട്ട് പാവം തോന്നി. ഞാൻ പിന്നെ മുടിയൊക്കെ ചീ ഒതുക്കി കൊടുത്ത്
എനിക്കാണെങ്കിൽ അമ്മൂനെ പോലെ തോന്നിയടാ. ആണോ? ഞാനെന്നാ ഞാൻ എന്നാന്ന് വെച്ചാൽ ചെയ്യാടി ചേച്ചി. ഓ, ഞാനെന്നാ ഇറങ്ങട്ടെടാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്കുക കേട്ടോ. ആ ചേച്ചി, പിന്നെ വേറൊന്നും കൊണ്ടല്ല, ചേച്ചി ആരോടും പറയാൻ നിൽക്കണ്ട, ശ്രീയേട്ടനോടും. ഇല്ലടാ, നിനക്കെന്നെ അറിയില്ലേ. താങ്ക് യു ചേച്ചി. ഞാൻ കൊണ്ടുവിടണോ? ഓ വേണ്ട, ആ കൊച്ചൊറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാനങ്ങ് പോയിക്കോളാം. ആ കൊച്ചിന്റെ ദേഹം മൊത്തം മുറിവ, ചതവും പാടും, നെഞ്ചത്ത് പോലും. ദാ വടി കൊണ്ടടിക്കുകയല്ലേ, അതിന്റെ പാട്. താനെങ്ങ് വല്ലാതെ പേടിക്കുന്നുണ്ടല്ലോ. കൊച്ചാരെയാ പേടിക്കുന്നേ?